സോ അങ്ങനെ നമ്മുടെ ക്ലബ് ലെജൻഡ് എന്നൊക്കെ പറയാവുന്ന അഡ്രിയൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ്. എന്തായാലും അത്തരത്തിലുള്ള വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തേക്ക് വരുന്ന. IFT ന്യൂസ് മീഡിയയാണിത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുന്നൊരു സോഴ്സ് തന്നെയാണ് അവർ. അവിടെ മുമ്പ് പറഞ്ഞ വാർത്തകളെല്ലാം തന്നെ സത്യമായിട്ടുണ്ട്. അതായത് പ്രീതം കോട്ടാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിടും, അലക്സാണ്ടർ കോയ്ഫ് വിടും, ചില ടെക്നിക്കൽ സ്റ്റാഫ്സൊക്കെ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുമെന്നൊക്കെ അവർ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ന്യൂസാണ് പറയുന്നത്. സോ എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് ക്ലബ് മാനേജ്മെൻറ്റ് അഡ്രിയാനോട് പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, മറ്റ് ഓഫറുകളൊക്കെ നോക്കിക്കോ, കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയാനുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റ് എന്താ പറയുക ഏരിയാസ് അല്ലെങ്കിൽ മറ്റ് ഓഫേഴ്സൊക്കെ വരികയാണെങ്കിൽ അത് നോക്കിക്കോളാൻ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഒരു ക്ലബ് ലെജൻഡ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ക്ലബ് ലെജൻഡ് എന്ന് തന്നെ പറയാം. സോ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിടവാങ്ങുകയാണ്. ഏതാണ്ടൊക്കെ കൺഫേം ആയിരിക്കുകയാണ്. എന്തായാലും ലൂണയ്ക്കൊരു പകരക്കാരനെ കണ്ടെത്താനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും നവാസുദ്ദീൻ തുടരാനുള്ള സാധ്യതയുണ്ട്, ഹീസ സിമിനസ് തുടരാനുള്ള സാധ്യതയുണ്ട്, ബാക്കി 4 പ്ലേയേഴ്സും പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അഡ്രിയാൻ ലൂണയും ക്ലബ്ബ് വിടാൻ പോവുകയാണ്. സോ അത്തരത്തിലുള്ള ഒരു ന്യൂസാണ് പുറത്തേക്ക് വരുന്നത്. സോ എന്തായാലും ഇവിടെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം അദ്ദേഹം ഉള്ള സമയത്തൊന്നും നമുക്ക് കിരീടം അടിക്കാൻ സാധിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കിരീടമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പെട്രറ്റോസ് ആണെങ്കിലും മോഹൻ ബഗാൻ്റെ കമ്മിൻസ് ആണെങ്കിലും ഇവരൊക്കെ ആ ഒരു ടീമിന് കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലെവലിൽ ക്ലബ് ലെജൻസായ വ്യക്തികളാണ് അവരെല്ലാവരും. സോ അഡ്രിയാൻ ലൂണ ഇവിടെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് നമുക്കൊരു കിരീടം നേടിത്തന്നെ സാധിച്ചില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും അത് പ്രശ്നം തന്നെയാണ്. അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് കിരീടം നേടിത്തരുന്നവർക്കാണ് നമ്മൾ എപ്പോഴും ഒരു സ്ഥാനം കൊടുക്കുന്നത്. സോ എന്തായാലും അദ്ദേഹത്തിന് അത് നേടിത്തരാൻ സാധിച്ചിട്ടില്ല. സോ എന്തായാലും അദ്ദേഹം പോട്ടെ, അതിന് പകരം മികച്ചൊരു താരം വരട്ടെ, അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.